In this part, we are going to see another type of financial service. In fact, fund-based financial service, that is leasing. So, leasing is a financial arrangement where the owner of the asset, that is lessor, grants the right to use that asset to another party, lessee. ഇവിടെ രണ്ട് പാർട്ടീസ് ആണ് മെയിൻലി ഇൻവോൾവ് ആയിട്ടുള്ളത്, ലെസർ ആൻഡ് ലെസ്സി. ലെസർ is the owner, lesser owner, and lessee is the user. ലെസർ എന്ത് ചെയ്യും? ലെസർ ലെസ്സിക്ക്, ലെസ്സി എന്ന് പറഞ്ഞ യൂസർ, ലെസർ OR, ഓണർ OR, അങ്ങനെ നമുക്ക് അത് ഓർത്ത് വെക്കാം. സോ ലെസർ വിൽ ഗിവ് the lessee the right to use the asset in exchange for periodic payments known as lease rental. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ രണ്ട് പാർട്ടീസ് ഉണ്ട്. ഇറ്റ് ഇസ് എൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ്. ആരൊക്കെയാണ്? ലെസർ ആൻഡ് ലെസ്സി. ലെസർ എന്ന് പറഞ്ഞാൽ എന്താ? ഓണർ. ലെസ്സി എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്ന. ഇവിടെ എന്താണ് എഗ്രിമെന്റ്? ഇറ്റ് ഇസ് എൻ എഗ്രിമെന്റ് ടു യൂസ് ദ അസറ്റ്. ഓണർ എന്ത് ചെയ്യും? ഓണറിന്റെ അസറ്റ് ലെസ്സിക്ക് കൊടുക്കും. ലെസ്സി എന്ത് ചെയ്യും? ഈ അസറ്റ് യൂസ് ചെയ്യും. ആൻഡ് അസറ്റ് വെറുതെ ആരെങ്കിലും ആർക്കും കൊടുക്കുവോ? ഇല്ല. ആൻഡ് ഈ അസറ്റ് യൂസ് ചെയ്യുന്നതിന് ലെസ്സി എന്ത് ചെയ്യും? ലെസർക്ക് ലീസ് റെന്റൽസ് കൊടുക്കും, റെന്റൽ കൊടുക്കും. ആൻഡ് ദിസ് ഇസ് അനദർ ഫണ്ട് ബേസ്ഡ് ഫൈനാൻഷ്യൽ സർവീസ്. ഇവിടെ ഫണ്ട് അല്ലെങ്കിൽ അസറ്റ് ഇൻവോൾവ്ഡ് ആണ്. ഇവിടെ ഒരു അസറ്റ്, ഇപ്പൊ മെഷീനറി ആവാം, ടെലിവിഷൻ ആവാം, ഫ്ലാറ്റ് ആവാം, അതൊക്കെ നമ്മൾ ലീസിന് കൊടുക്കും. Now let's see the features of leasing. As I told you earlier, it is a two-party agreement. രണ്ട് പാർട്ടി ഉണ്ട്, ലെസർ ആൻഡ് ലെസ്സി. ഇവിടെ ലെസർ ഹാസ് ദ ഓണർഷിപ്പ് വിത്ത് ഹിം ഓർ ഹിയർ. ലെസർ ആണ് ഓണർ, ലെസ്സി ആരാണ്? യൂസർ ആണ്. അവർക്ക് പൊസസ് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ ഓണർഷിപ്പ് ഇല്ല. ഇവിടെ ലീസ് ടേംസ് ഉണ്ട്. ഇറ്റ് ഇസ് എൻ എഗ്രിമെന്റ്. ഇത്ര കാലത്തേക്ക് ഇത്ര ലീസ് റെന്റൽ ആയിട്ടുള്ള എഗ്രിമെന്റ് ആണ് എന്ത് ലീസ് എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ ഫോർ ദ യൂസ് ഓഫ് asset, lessee needs to pay what? ലീസ് റെന്റൽസ്. വെറുതെ കൊടുക്കില്ല, അതിന് പേ ചെയ്യേണ്ട എമൗണ്ട് പേരാണ് ലീസ് റെന്റൽ. അത് മന്ത്ലി ആവാം, ക്വാർട്ടർലി ആവാം, ആനുവലി ആവാം. ഇതൊക്കെ ഈ ലീസ് കണ്ടീഷൻസിൽ, ലീസ് ടേംസിൽ പറഞ്ഞിരിക്കും. ആൻഡ് യൂഷ്വലി ഇത് ഹൈ വാല്യൂ അസറ്റ്സിനാണ് നമ്മൾ ലീസിങ് യൂഷ്വലി യൂസ് ചെയ്യാറ്. ഫ്ലാറ്റ്, കമ്പ്യൂട്ടർ, അതുപോലെ റിയൽ എസ്റ്റേറ്റ്, എയർക്രാഫ്റ്റ്, മെഷീനറി, അങ്ങനത്തെ വലിയ എമൗണ്ട് വരുന്നതിനാണ് യൂസ് ചെയ്യാറ്. കാരണം ആ വലിയ അസറ്റ് ഒറ്റയടിക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് യൂഷ്വലി ആൾക്കാർ ലീസിന് പോകും. ആൻഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ദ അസറ്റ്, അതിന്റെ ആ ഫ്ലാറ്റ് ആണെങ്കിൽ അതിന്റെ റിപ്പയർ, ഇൻഷുറൻസ്, ടാക്സ് ഒക്കെ ഓരോ ലീസിനനുസരിച്ച് മാറും. നെക്സ്റ്റ് സ്ലൈഡ് വിൽ സി ടൈപ്പ് ഓഫ് ലീസിങ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഓരോ ലീസ് കോൺട്രാക്ടിനനുസരിച്ച് റെസ്പോൺസിബിലിറ്റി ഫോർ റിപ്പയർസ്, ഇൻഷുറൻസ് ഒക്കെ ചിലപ്പോൾ ലെസറിന്റെ അടുത്തായിരിക്കും റിപ്പയറിന്റെ ഒക്കെ ചാർജ്, ചിലപ്പോൾ ലെസ്സി ആയിരിക്കും ഇൻഷുറൻസ് ഒക്കെ പേ ചെയ്യേണ്ടത്. ഓക്കെ, സോ ദീസ് ആർ the major features of leasing. Now let's see the major types of leasing. ഒരുപാട് ടൈപ്സ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്സ് മാത്രം we'll discuss. First one is financial lease. Financial lease, it is a long term lease. ഇവിടുത്തെ മെയിൻ പെക്യുലാരിറ്റി എന്താന്ന് വെച്ചാൽ all the risk related to maintenance, insurance, അതെല്ലാം it is in the hands of lessee. Okay, it is where the lessee pays rentals that exceeds the cost of the assets and rewards are transferred to the lessee. ഇതൊരു ലോങ് ടേം അസറ്റ്, ലോങ് ടേം റിലേഷൻഷിപ്പ് ആണ്. ലോങ് ടേമിലേക്ക് നമ്മളിപ്പോൾ ഒരുപാട് 10-15 വർഷത്തേക്ക് ഒരു ഫ്ലാറ്റ് ഓഫ് ലീസിന് കൊടുക്കുന്ന സമയത്ത് അവിടെ ആ ഫ്ലാറ്റിന് ഇൻഷുറൻസ്, മെയിൻ്റനൻസ് ചാർജ്, റെന്റ്, ബാക്കി ഉള്ള മെയിൻ ചാർജസ് ഒക്കെ ആരാണ് പേ ചെയ്യുന്നത്? ലെസ്സിയാണ് പേ ചെയ്യുന്നത്. ദാറ്റ് കൈൻഡ് ഓഫ് ലീസ് ഇസ് നോൺ ആസ് ഫിനാൻസ് ലീസ്. Next is operating lease, near opposite of finance lease. It is a short-term lease where the period is less than asset's useful life. അതായത് ഇപ്പോൾ ഒരു അസറ്റിന്റെ, ഇപ്പോൾ ഒരു ടിവിന്റെ ഒരു കാലാവധി 10 വർഷമാണെങ്കിൽ ഒരു 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ ലീസ് ചെയ്യുന്ന സ്മോൾ ഷോർട്ട് ടേം ലീസാണ് ഓപ്പറേറ്റിംഗ് ലീസ്. ആൻഡ് ഇതിന്റെ മെയിൻ്റനൻസ്, റിപ്പയർസ് ഒക്കെ ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഓണറാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ
ഇവിടെ യൂഷ്വലി ലോങ് ടേമിലേക്ക് ആയതുകൊണ്ട് തന്നെ അസറ്റിന്റെ ലൈഫിനനുസരിച്ച് ഇപ്പൊ അസറ്റിന്റെ ലൈഫ് ഒരു 10 കൊല്ലാണെങ്കിൽ ഒരു 9 വർഷത്തേക്കൊക്കെ ലീസ് പേ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ ലെസ്സിയാണ് യൂസ് ചെയ്യുന്ന ആളാണ് എല്ലാതും പേ ചെയ്യുന്നത്. ഇവിടെ ഷോർട്ട് ടേം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ റിപ്പയർസ് മെയിൻ്റെനൻസ് ഇൻഷുറൻസ് ഒക്കെ ആര് മെയിൻറ്റെയിൻ ചെയ്യും? ഓണർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്, കാരണം ഷോർട്ട് പീരീഡിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. യൂഷ്വലി ഇത് ഫിനാൻസ് ലീസ് ഒക്കെ നമ്മൾ ലോങ് ടേം യൂസ് ചെയ്യുന്ന ഫ്ലാറ്റുകളൊക്കെയാണ് നമ്മൾ ഫിനാൻസ് ലീസിൽ വാങ്ങുന്നത്. ഓപ്പറേറ്റിംഗ് ലീസിൽ യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് ചേഞ്ച് വരുന്ന കമ്പ്യൂട്ടർ, സോഫ്റ്റ്വെയർ, എയർക്രാഫ്റ്റ്, അങ്ങനെ ഷോർട്ട് ടേമിലേക്ക് പെട്ടെന്ന് റേപ്പിഡ് ചേഞ്ചസ് വരുന്ന സാധനങ്ങളൊക്കെ ഓപ്പറേറ്റിംഗ് ലീസിലൂടെയാണ് യൂഷ്വലി ആൾക്കാർ വാങ്ങുന്നത്. നെക്സ്റ്റ് സെയിൽ ആൻഡ് ലീസ് ബാക്ക്. ഇറ്റ് ഇസ് എ പ്രോസസ് വെയർ, as the name indicates, a company owns an asset and sell it into a financial institution. ഇവിടെ കമ്പനി എന്ത് ചെയ്യും? ഒരു അസറ്റ് വാങ്ങും. വാങ്ങിയിട്ട് ഉടനടി അതൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് സെല് ചെയ്യും. ഓക്കെ, ഫോർ ക്യാഷ്, പൈസക്ക് വേണ്ടി തന്നെ സെല് ചെയ്യും. എന്നിട്ട് അത് എന്ത് ചെയ്യും? ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെ ലീസിന് വാങ്ങും. സോ ഇവിടെ കമ്പനി ആരായി മാറും? ഇവിടെ കമ്പനി ലെസ്സി, യൂസ് ചെയ്യുന്ന ആളായി മാറും. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും? ഇത് ഓൺ ചെയ്യുന്ന ലെസ്സർ ആയിട്ട് മാറും. സോ ഇറ്റ് ഈസ് an agreement where a company sale and lease back. ആദ്യം ഇവിടെ എന്ത് നടക്കും? സെല്ലിംഗ് പ്രോസസ് നടക്കും. കമ്പനി എന്ത് ചെയ്യും? കമ്പനി ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് സെല് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കയ്യിൽ തന്നെ കമ്പനി എന്ത് ചെയ്യും? ലീസിന് വാങ്ങും. സോ ഇവിടെ കമ്പനി ലെസ്സി ആയിട്ടും ആക്ട് ചെയ്യും, ഓണർ ആയിട്ട് ആര് ആക്ട് ചെയ്യും? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ചെയ്യും. നെക്സ്റ്റ് കൈൻഡ് ഓഫ് ലീസ് ഇസ് ഡയറക്റ്റ് ലീസ്. ഇവിടെ the lessee identifies an asset and the lessor buys it from the manufacturer for the purpose of leasing it. അതായത് ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവിടെ ലെസ്സി തന്നെ ഒരു അസറ്റ് കണ്ടുപിടിച്ചിട്ട് ലെസറിന്റെ അടുത്ത് പറയും, ലെസർ അത് വാങ്ങിയിട്ട് എന്ത് ചെയ്യും? ലെസ്സിക്ക് ലീസ് ചെയ്യും. അതാണ് ഡയറക്റ്റ് ലീസ്, ഡയറക്ട്ലി ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ലിവറേജ്ഡ് ലീസ്. ലിവറേജ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി എന്താണ്? ഡെറ്റ് അല്ലെങ്കിൽ ലോണ്, കടം എടുക്കുക, അതൊക്കെയാണ് ലിവറേജ് എന്ന് പറയുന്നത്. ഇവിടെ ഹിയർ 3 പാർട്ടീസ് ആർ ഇൻവോൾവ്: ലെസ്സർ, ലെസ്സി ആൻഡ് എ ലോങ് ടേം ലെൻഡർ, പൈസ കൊടുക്കുന്ന ആൾ. ദ ലെസ്സർ ഫിനാൻസസ് only a small portion and borrows the remaining from the lender. ഇവിടെ 3 ആൾക്കാരുണ്ട്, ലെസ്സറും ലെസ്സി. ഇവിടെ ലെസ്സർ എന്ത് ചെയ്യും? ലെസ്സർ സാധാരണ പോലെ അസറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെസ്സിക്ക് കൊടുക്കും. പക്ഷേ ഇവിടുത്തെ ഒരു പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാല് ലെസ്സർ ഒരു അസറ്റ് ഫുള്ളി പൈസ കൊടുത്തിട്ടാവില്ലേ വാങ്ങിക്കുന്നത്. ഇവിടെ ഒരു ലെൻഡറും കൂടി, ലോങ് ടേം ലെൻഡറും കൂടെ ഉണ്ടാവും. ഇയാളായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇയാളുടെ കയ്യിൽ നിന്നായിരിക്കും ലെസ്സർ പൈസ വാങ്ങിയിട്ട് അസറ്റ് വാങ്ങിയിട്ടുണ്ടാവുക. സോ 3 പാർട്ടീസ് ആർ ഇൻവോൾവ് ഹിയർ: ലെസ്സർ, ലെസ്സി ആൻഡ് ലോങ് ടേം ലെൻഡർ. അതുകൊണ്ടാണ് ലിവറേജ്ഡ് ലീസ് എന്ന് പറയുന്നത്. അതായത് അസറ്റിന് ഫുൾ പൈസ കൊടുത്ത് ലെസ്സർ വാങ്ങിയിട്ടുണ്ടാവില്ല. ലെസ്സർ ഫിനാൻസസ് only a small portion. അയാൾ കുറച്ച് പൈസ മാത്രമേ ആ അസറ്റിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ടാവുള്ളൂ. ബാക്കി അയാൾ ബോറോ ചെയ്തിട്ടുണ്ടാവും, ഒരു ലെൻഡറിൽ നിന്ന് കടം എടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ലെസ്സിക്ക് സാധാരണ പോലെ യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. ദാറ്റ് ഇസ് ലിവറേജ്ഡ് ലീസ്, കടം എടുത്തിട്ട് ലീസിന് സാധനം കൊടുക്കുന്നത്. നെക്സ്റ്റ് ഇസ് ഡൊമസ്റ്റിക് വേഴ്സസ് ഇന്റർനാഷണൽ ലീസ്. നമുക്ക് ആസ് എ നെയിം ഇൻഡിക്കേറ്റ്സ്, ഡൊമസ്റ്റിക് ലീസിൽ എല്ലാവരും സെയിം കൺട്രിയിൽ തന്നെ ആയിരിക്കും, ഒരു കൺട്രിയിൽ, ഡൊമസ്റ്റിക് കൺട്രിയിലായിരിക്കും. ഇന്റർനാഷണൽ ലീസിൽ ഇപ്പൊ ലെസ്സർ ഇന്ത്യയിലാണെങ്കിൽ ലെസ്സി അമേരിക്കയിലായിരിക്കും. അങ്ങനെ ക്രോസ് ബോർഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ 2-3 കൺട്രീസിൽ പാർട്ടീസ് ലൊക്കേറ്റ് ചെയ്യുന്ന ലീസാണ് ഇന്റർനാഷണൽ ലീസ്. So these are the major types of leasing. Now let's see its advantages. As we have already discussed, ഇവിടെ കൺസർവേഷൻ ഓഫ് ക്യാപിറ്റൽ എക്സിസ്റ്റ്. അതായത് നമുക്ക് ഒറ്റയടിക്ക് ഒരുപാട് പൈസ, ഇപ്പൊ ഒരു മെഷീനറി വാങ്ങാൻ 10 ലക്ഷം രൂപയാണെങ്കിൽ നമ്മൾ ആ 10 ലക്ഷം രൂപ ഔട്ട്റൈറ്റ് ആയിട്ട് അത് കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം എന്ത് ചെയ്യാം? ലീസ് റെന്റൽ ഉപയോഗിച്ചിട്ട്, ലീസ് റെന്റൽ കൊടുത്തിട്ട് ആ സാധനം നമുക്ക് യൂസ് ചെയ്യാം. സോ ദാറ്റ് ബിസിനസിന് ബാക്കിയുള്ള എമൗണ്ട് ഡെയിലി ഓപ്പറേഷൻസിന് വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ 100% ഫിനാൻസിങ്, ദാറ്റ് ഇസ് ഇൻ ബാങ്ക് ലോൺ വി നീഡ്സ്. നമുക്കൊരു ബാങ്ക് ലോൺ എടുത്തിട്ട് സാധനം വാങ്ങുമ്പോൾ നമ്മുടെ അത് ഡൗൺ പേയ്മെന്റ്, അതായത് ആദ്യം കുറച്ച് എമൗണ്ട് യൂഷ്വലി നമ്മൾ അത് കൊടുക്കേണ്ടി വരും. ഒരു സാധനം വാങ്ങുന്ന സമയത്ത് ഇപ്പം നമ്മൾ കാറൊക്കെ വാങ്ങുന്നത് EMI ആയിട്ട് കാർ വാങ്ങുമ്പോൾ അവിടെ യൂഷ്വലി നമ്മൾ ഡൗൺ പേയ്മെന്റ് കൊടുക്കും. ഡൗൺ പേയ്മെന്റ് പറയുന്നത് ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ്, സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന പേയ്മെന്റ്. ഒരു 10 ലക്ഷം രൂപയുടെ കാർ വാങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ കമ്പനി പറയും 1-2 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് വേണമെന്ന് പറയും. പക്ഷെ ഇവിടെ അങ്ങനത്തെ പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ അസറ്റിന്റെ കോസ്റ്റും ഇൻസ്റ്റലേഷനും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ
മെനി ആ ലീസ് എഗ്രിമെന്റ്സ് തന്നെ കവർ ചെയ്തോളും. അപ്പൊ അങ്ങനെ ഡൗൺ പേയ്മെന്റ് ആയിട്ട് നമ്മളൊരു എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹെഡ്ജ് എഗെയിൻസ്റ്റ് ഒബ്സോളസൻസ്, അതായത് പെട്ടെന്ന് റാപ്പിഡ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന ഇപ്പൊ IT ഇൻഡസ്ട്രി, മെഡിക്കൽ എക്യുപ്മെന്റ്സ് പെട്ടെന്ന് തന്നെ ചേഞ്ചസ് വരുത്തുന്ന കാര്യങ്ങൾ, പലതരത്തിലുള്ള ടെക്നോളജീസ്, അങ്ങനത്തെ പെട്ടെന്ന് ചേഞ്ചസ് വരുന്ന ടെക്നോളജീസിൽ കമ്പനീസിൽ അല്ലെങ്കിൽ അസറ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീസിങ് ആണ് നല്ലത്. അതായത് ഒബ്സോളസൻസ് പറഞ്ഞാൽ പെട്ടെന്ന് കേടുപാട് വരുന്ന സാധനങ്ങൾ, അത് നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങുന്നത് നമ്മളെ സംബന്ധിച്ച് നഷ്ടമായത് കൊണ്ട് നമുക്ക് കേടുപാട് വരുന്ന സാധനങ്ങളൊക്കെ ലീസിന് ഒരു ഷോർട്ട് ടേം പീരീഡിലേക്ക് നമ്മൾ ഓപ്പറേറ്റിംഗ് ലീസിലൂടെ ഷോർട്ട് ടേം പീരീഡിലേക്ക് വാങ്ങിയിട്ട് യൂസ് ചെയ്യാവുന്നത്. ഓൾസോ ദർ ഇസ് ടാക്സ് ബെനിഫിറ്റ്സ്. ഓരോ കൈൻഡ് ഓഫ് ലീസിനനുസരിച്ച് ടാക്സ് റെന്റൽ പേയ്മെന്റ് നമുക്ക് ഡിഡക്ട് ചെയ്യാവുന്നതാണ്. ടാക്സ് സോ ദാറ്റ് കുറച്ച് എമൗണ്ട് നമ്മൾ ടാക്സ് കൊടുത്താൽ മതി. ഓൾസോ സിംപ്ലിഫൈഡ് ബഡ്ജറ്റിംഗ്, അതായത് ഈ ലീസ് കോൺട്രാക്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ ലീസ് ടേമിൽ എല്ലാ കാര്യങ്ങളും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. എത്ര കാലത്തേക്കുള്ള ലീസാണ്, എത്ര എമൗണ്ട് പേ ചെയ്യണം, മന്ത്ലി ആണോ, ക്വാർട്ടർലി ആണോ, ആനുവലി ആണോ, അങ്ങനെ എല്ലാതും അതിൻ്റെ അകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ മാസം എത്ര ബിസിനസ് ലീസിനായി മാറ്റണം എന്നുള്ളതൊക്കെ നന്നായിട്ട് പ്ലാൻ ചെയ്ത് ബഡ്ജറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഇംപ്രൂവ്ഡ് ഫൈനാൻഷ്യൽ റേഷ്യോസ്, അതായത് നമ്മൾ ലീസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ലീസ് റെന്റൽ ഉണ്ടല്ലോ, ലീസ് റെന്റൽ നമ്മളൊരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ലോൺ എടുത്താൽ അതൊരു ലയബിലിറ്റി ആയിട്ട് കാണിക്കും. ഇത് നമ്മുടെ എക്സ്പെൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കും. നേരെ മറിച്ച് ലോൺ ഒക്കെ എടുത്ത് സാധനം വാങ്ങിയാൽ അത് നമ്മുടെ ആ ലോൺ എന്തായിട്ട് കാണിക്കണം, ലയബിലിറ്റി ആയിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. സോ ഇതൊരു എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നത് കൊണ്ട് തന്നെ കമ്പനീസിന് പലതരത്തിലുള്ള റേഷ്യോസ് അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. Okay, so these are the advantages of leasing. Now let's see disadvantages. ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഇസ് ഹയർ ടു ദ കോസ്റ്റ്, അതായത് ഒരു അസറ്റ് വാങ്ങാൻ ഇപ്പോൾ 10 ലക്ഷം രൂപയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ലീസ് റെന്റൽ കൊടുത്ത് ഒരുപാട് പൈസ കൊടുത്തിട്ട് റെഡി ക്യാഷിന് വാങ്ങുന്നതിനെക്കാട്ടും പൈസ നമ്മുടെ കയ്യിൽ നിന്ന് സ്പെൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഹയർ ലീസ് റെന്റലൊക്കെ വരുമ്പോൾ. നോ ഓണർഷിപ്പ് ഇല്ല, പൊസഷൻ മാത്രമേ ഉള്ളൂ, സാധനം യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് അറ്റ് ദ എൻഡ് ഒരു അസറ്റിന്റെ എന്താ പറയാ ലൈഫ് കഴിയാനാവുമ്പം അത് നമുക്ക് ഒരിക്കലും ലീസിന് നമ്മൾ ഒരു 10 വർഷത്തേക്ക് കാറ് ലീസിന് വാങ്ങി, പക്ഷെ നമുക്ക് ആ കാർ ഒരിക്കലും അത് സെല്ല് ചെയ്യാനുള്ള അധികാരം നമുക്കില്ല. കാര്യം എന്താണ്, നമ്മൾ ഓണർ അല്ല, നമുക്കത് സെല്ല് ചെയ്തിട്ട് പൈസ ഒന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ആൻഡ് കമ്പൽസറി ലീസ് പേയ്മെന്റ്, ലീസ് എഗ്രിമെന്റ് അനുസരിച്ച് നമ്മൾ കമ്പൽസറി ആയിട്ട് പേ ചെയ്യണം ലീസ് റെന്റൽ. പക്ഷെ ഇടയ്ക്ക് വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ നമുക്ക് ഒരുപാട് ഫൈനും പെനാൽറ്റീസ് ഒക്കെ ഉണ്ടാവും. യൂസേജ് റെസ്ട്രിക്ഷൻസ്, അതായത് ചില ഓണേഴ്സ് ഇപ്പം നമുക്കൊരു ഫ്ലാറ്റ് ലീസിന് കൊടുത്തു. ഇപ്പൊ ഓണേഴ്സ് പറയുന്നുണ്ടാവും നമ്മൾ ഇത്ര സമയം തൊട്ട് ഇത്ര മണി വരെ നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഇൻവേർട്ടർ യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെ പല റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ടാവും. അല്ലെങ്കിൽ വെഹിക്കിളിന് നമുക്കൊരു മൈലേജ് ക്യാപ്പ് ഇട്ടിട്ടുണ്ടാവും, അതിന്റെ മുകളിൽ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അങ്ങനെ യൂസേജ് റെസ്ട്രിക്ഷൻസ് ആർക്ക് വെക്കാൻ പറ്റും, ലെസർ അഥവാ ഓണർക്ക് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു അസറ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ പെർമനന്റ് ആയിട്ട് അതിൽ ചേഞ്ച് വരുത്താനുള്ള പെർമിഷൻ യൂഷ്വലി ലെസ്സിക്ക് ഉണ്ടാവില്ല. കാര്യം എന്താണ്, ലെസ്സി ഓണർ അല്ല, ലെസർ തന്നെയാണ് ഓണർ. ലോസ് ഓഫ് ഡെപ്രീസിയേഷൻ ബെനിഫിറ്റ്സ്, ഈ ലെസ്സി സാധനം യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ലീഗൽ ഓണർക്ക് മാത്രം, ലെസറിന് മാത്രമേ ഡെപ്രീസിയേഷൻ ബെനിഫിറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അത് ലെസ്സി യൂസ് ചെയ്യുന്നെങ്കിലും അയാൾക്ക് ഡെപ്രീസിയേഷൻ അഡ്വാൻറ്റേജും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. So these are the disadvantages of leasing. So in this part we have seen what is leasing, features, types of leasing, advantages as well as disadvantages.